മണാലിയിൽ ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിൽ ഞാൻ ഏതാണ്ട് ഒരാഴ്ചത്തോളം സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരാഴ്ചത്തോളം ഞാൻ ഇവിടെ നിൽക്കാനായിട്ട് ഒരു കാരണമുണ്ട്. ഞാൻ ഇവിടെ വന്നേ പിന്നെ വേറൊരു താമസക്കാരും ഇവിടെ വന്നിട്ടില്ല. ഓഫ് സീസൺ ആയതുകൊണ്ടും കൂടിയാണ്. നാട്ടിൽ നിന്ന് ഇവിടെ വരെയുള്ള യാത്രക്കിടയിൽ ഞാൻ ഒരുപാട് ആൾക്കാരോട് സംസാരിച്ച് പുതിയ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കി ഒരുപാട് പേരുമായിട്ട് മിങ്കിൾ ചെയ്താണ് ഞാൻ വന്നത്. ഇവിടെ പക്ഷെ ഞാൻ ആരുമായിട്ടൊരു ബന്ധമില്ലാതെ ഒറ്റയ്ക്കിരുന്നുള്ള വൈബ് എനിക്ക് ഇവിടെ കിട്ടി. ആ സമയത്ത് എന്റേതായ കുറച്ച് ചിന്തകളും ബുക്കുകളും -ഡിഗ്രി തണുപ്പ് ആസ്വദിച്ചും അങ്ങനെ ഞാൻ ടോട്ടലി റിഫ്രഷ് ആയിട്ടിരിക്കുവായിരുന്നു. അങ്ങനെയാണെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ മണാലി മുഴുവൻ ഞാൻ നടന്നു കാണാനായിട്ട് ശ്രമിച്ചു. കൂടുതലായിട്ടും ഒരു ഹിമാലയൻ കൾച്ചർ ഈ ലോക്കൽസിന്റെ ഇടയിൽ എങ്ങനെയാണെന്നൊന്ന് കണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. മണാലിക്ക് അടുത്തുള്ള കുറച്ച് ട്രെക്കിങ്ങൾ ചെയ്തു. ആ സമയത്ത് കുറച്ചൊക്കെ അവിടുത്തെ ലോക്കൽ ഭക്ഷണങ്ങളൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. മണാലിയിൽ എനിക്ക് എന്റെ ഒരു വൈബൊക്കെ വെച്ചിട്ട് എനിക്ക് ഓൾഡ് മണാലിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ ഞാൻ ഇരിക്കുന്നുണ്ടല്ലോ, നമ്മുടെ ഡൽഹിയിൽ നിന്ന് മണാലി വഴി കീലോങ്ങിലേക്ക് പോകുന്ന ഒരു HRTC ബസ്സിലാണ്. രാവിലെ 6 മണിയായപ്പോൾ മണാലിയിൽ നിന്ന് എടുത്തൊരു ബസ്സാണിത്. മണാലിയിൽ നിന്ന് ഏകദേശം ഒരു 4-4.5 മണിക്കൂറുണ്ട് നമുക്ക് ബസ്സിൽ കീലോങ്ങിലേക്ക് എത്തണമെങ്കിൽ. ബസ്സിൽ അത്യാവശ്യം കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ലക്ക് എനിക്ക് മുന്നേ തന്നെ സീറ്റ് കിട്ടി കേട്ടോ. നമ്മൾ പോകുന്നത് അടൽ ടണൽ